ഏവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സുസ്വാഗതം. മണ്ണാർശാല ആയില്യമാണ് നവംബർ 12-ാം തീയതി ബുധനാഴ്ച. കേരളത്തിലെ അതിപുരാതനവും അന്താരാഷ്ട്ര പ്രസക്തവുമായ നാഗരാജാവിനുള്ള ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രം. ശിവസർപ്പമായ വാസുകിയും നാഗയക്ഷിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ഈ ക്ഷേത്രത്തിൽ ഗണപതിയും ദുർഗയും ഭദ്രകാളിയും ശിവനും ശാസ്താവും ഉപദേവതകളായിട്ട് ഉണ്ട്. നാഗദൈവങ്ങളുടെ വിശ്വാസികൾക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇവിടം. ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മണ്ണാർശാല ഇല്ലത്തെ മുതിർന്ന അന്തർജനമാണ്. വല്യമ്മ എന്ന പേരിലാണ് ഈ അന്തർജനം അറിയപ്പെടുന്നത്. ഈ പ്രസക്തമായ നാഗരാജ ക്ഷേത്രം മരങ്ങൾ ഇടതിങ്ങി വളർന്ന കാവിൻ്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. മണ്ണാർശാല ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാത വഴിക്ക് ഇരുവശവും മരങ്ങളുടെ ചൂട്ടിലുമായി 30,000-ഓളം നാഗപ്രതിമകളുണ്ട്. ഇത്രയും നാഗപ്രതിമകളുള്ള കേരളത്തിലെ ഒരേയൊരു ക്ഷേത്രമാണ് മണ്ണാർശാല ശ്രീനാഗ ക്ഷേത്രം. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേകമായി നിർമ്മിച്ച മഞ്ഞൾ കുഴമ്പ് രോഗസംഹാരിയാണെന്ന് കരുതപ്പെടുന്നു. അതുപോലെ തന്നെ ഉരുളി കമഴ്ത്തൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. സന്താന സൗഭാഗ്യത്തിനായിട്ട് ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തി ഉരുളി കമഴ്ത്തൽ വഴിപാടുകൾ കഴിക്കുന്നു. ദമ്പതികൾ താളമേളങ്ങളോടെ ക്ഷേത്രത്തിന് ചുറ്റും 3 പ്രദക്ഷിണം വെച്ച് ഉരുളി നാഗരാജാവിൻ്റെ നടയ്ക്ക് വയ്ക്കും. മേൽശാന്തി പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന ഇവർ ഏറ്റുചൊല്ലി ദമ്പതികൾ ഇല്ലത്ത് ചെന്ന് അമ്മയെ ദർശിച്ച് ഭസ്മം വാങ്ങും. ഇവർ നടയ്ക്ക് വെച്ച ഉരുളി പിന്നീട് അമ്മ നിലവറയിൽ കമിഴ്ത്തി വയ്ക്കുന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ദമ്പതിമാർ കുഞ്ഞുമായി എത്തുമ്പോഴാണ് ഉരുളി നിവർത്തുന്നത്. ജാതിമത ഭേദമന്യേ നിരവധി ഭക്തർ ഈ വഴിപാടുകൾ ഇവിടെ നടത്തിവരുന്നു. ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന് കിടക്കുന്ന കേരളത്തിലെ പ്രസിദ്ധമായ മണ്ണാർശാലക്കാവിലെ ആയില്യം ഈ വരുന്ന 12-ാം തീയതിയാണ്. പരശുരാമ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഈ കൊല്ലത്തെ ഇവിടെ ദമ്പതികളായിരുന്ന വസുദേവനും ശ്രീദേവിയും സന്താനമില്ലാത്ത ദുഃഖത്താൽ സർവവും ഈശ്വരനിൽ അർപ്പിച്ച് സർപ്പരാജാവിനെ പൂജിച്ച് കാലം കഴിച്ചു. ഇതിനിടെ അപ്രതീക്ഷിതമായുണ്ടായ തീപിടുത്തത്തിൽ സർപ്പങ്ങൾ വീർപ്പുമുട്ടി ജീവനു വേണ്ടി കേണു. ഇത് കണ്ട ദമ്പതിമാർ തങ്ങളുടെ മുന്നിലേക്ക് ഇഴഞ്ഞു വന്ന സർപ്പങ്ങളെ പരിചരിച്ചു. രക്ഷപ്പെട്ട സർപ്പങ്ങൾ അരിയാൽ വിഷങ്ങളുടെ ചുവടുകളിലും പേരാൽ തറയിലും ഇരുത്തി. ദിവ്യ ഔഷധങ്ങളാൽ സർപ്പങ്ങളുടെ വ്രണം ഉണക്കി. തുടർന്ന് നെയ്യ് ചേർത്ത നിവേദ്യവും പാൽപ്പായസവും അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കരിക്കിൻ വെള്ളവും അതുപോലെ തന്നെ കദളിപ്പഴവും നെയ്യും പശുവിൻ പാലും അരവണ എന്നിവ കലർത്തിയ 100 പാലും സർപ്പദേവതകൾക്ക് മുന്നിൽ സമർപ്പിച്ചു. ദമ്പതികളുടെ പരിചരണത്തിൽ സർപ്പദൈവങ്ങൾ സന്തുഷ്ടരായി. അങ്ങനെ കാട്ടുതീയണിഞ്ഞ് മണ്ണാർശാല മുമ്പത്തെ മണ്ണാറിയ ശാല ഇപ്പോൾ മണ്ണാറ ശാലയായി മാറി. ഈ കാട്ടുതീ അണിഞ്ഞ മണ്ണാറിയ ശാലയാണ് ഇപ്പോഴത്തെ മണ്ണാറശാലയായത്. മന്ദാരു തരുക്കൾ നിറഞ്ഞ ശാലയെന്നും വിശ്വാസമുണ്ട്. ഇരട്ടപ്പറ്റ ശ്രീദേവി അന്തർജനത്തിന് 5 തലയുള്ള സർപ്പശിശുവും ഒരു മനുഷ്യ ശിശുവുമാണ് ഉണ്ടായത്. മനുഷ്യ ശിശു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നപ്പോൾ അമ്മയോട് അനുവാദം ചോദിച്ച് നാഗരാജാവ് ശാന്തമായ ഏകാന്ത സങ്കേതത്തിലേക്ക് നീങ്ങി. അതാണ് ഇന്നും അവിടെ കാണുന്ന നിലവറ എന്ന് പറയപ്പെടുന്നു. നാഗരാജാവ് ചിരഞ്ജീവിയായി വാഴുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. നിലവറയിൽ വാഴുന്ന മുത്തശ്ശനെ വർഷത്തിൽ ഒരിക്കൽ നേരിട്ട് കാണാൻ മാതാവിന് അവസരം നൽകിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആയില്യനാൾ പൂജ. ക്ഷേത്ര പൂജാരിണിയായിരുന്ന വല്യമ്മ ഇന്നും തുടർന്നു വരുന്നു. 15 മണിക്കൂറോളം നീളുന്നതാണ് ആയില്യം ചടങ്ങുകൾ. വല്യമ്മയുടെ പതിവ് പൂജകൾക്ക് ശേഷമാണ് ആയില്യപൂജ. ഗുരുതി ഉൾപ്പെടെയുള്ള പൂജ പൂർത്തിയാകുമ്പോൾ അർദ്ധരാത്രിയാകും. തുടർന്ന് സർപ്പംപാട്ട് തറയിൽ കെട്ടിയുയർത്തിയ തട്ടിന്മേൽ 100 പാലും നടത്തും. ഇത് പൂർത്തിയാകുമ്പോഴേക്കും പുലർച്ചെയാവും. വല്യമ്മ തുടർന്ന് നടയിലെത്തി പ്രാർത്ഥനയോടെ ആയില്യം പൂജയ്ക്ക് സമാപനമാകും. അങ്ങനെ വല്യമ്മ നടയിലെത്തി പ്രാർത്ഥിക്കുന്നതോടെയാണ് അവിടുത്തെ ആയില്യം പൂജയ്ക്ക് സമാപനം കുറിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു പുതിയ വീഡിയോയിൽ വരുന്നവരെ നന്ദി, നമസ്കാരം.